ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗഡിയോട് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഫസ്റ്റ് കോപ്പ് ആണ് ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് ഹബീബി ഡ്രിപ്പ് മൈ ഒപ്പീനിയൻ, ഹബീബി ഡ്രിപ്പ് സോങ്ങിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. അതാണ് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. നിവിൻ പോളിയുടെ ഒരു ആൽബം സോങ് ആണ് ഹബീബി ഡ്രിപ്പ് എന്നത്. നിവിൻ പോളിയുടെ മനോഹരമായ സ്റ്റൈലിഷ് ലുക്കിലുള്ളൊരു ആൽബം സോങ്. അതിൻ്റെ മ്യൂസിക് വീഡിയോ പുറത്തുവിട്ടു. ഞാൻ കാണുമ്പോൾ ഏകദേശം 2 മില്യനും കടന്ന് വ്യൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ നമ്പർ 1 പോയിക്കൊണ്ടിരിക്കുകയാണ് ഹബീബി ഡ്രിപ്പ്. അപ്പോൾ ആളുകൾ അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. നിവിൻ പോളിയുടെ ഒരു മനോഹരമായ ഒരു സ്റ്റൈലിഷ് മേക്ക് ഓവറാണ് ഇതിലൂടെ കാണാൻ സാധിച്ചത്. നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക്, അദ്ദേഹത്തിൻ്റെ ട്രേഡ് മാർക്കായ താടി, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു മനോഹരമായ നൃത്തച്ചുവടുകളുമായിട്ട് സിനിമയെ വെല്ലുന്ന രീതിയിലുള്ളൊരു സ്റ്റൈലിഷ് ലുക്കാണ് അദ്ദേഹത്തിൻ്റെ. അതുതന്നെയാണ് ഈ പാട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ആ ലുക്ക്, മാരക ലുക്ക്, അല്ലെങ്കിൽ ഒരു മനോഹരമായ ഒരു ലുക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ല, അടിപൊളി ഗ്ലാമർ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ളൊരു നിവിൻ പോളിയുടെ ഒരു പ്രസൻറ്റേഷന്, അതാണ് ഈ പാട്ടിലേക്ക് എന്നെ ആകർഷിച്ചതെന്ന് പറയാം. മനോഹരമായൊരു സ്റ്റൈലിഷ് മേക്ക് ഓവർ നിവിൻ പോളിയുടെ. അതോടൊപ്പം നല്ലൊരു നൃത്ത രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നിവിൻ പോളിയുടെ നല്ലൊരു നൃത്ത ചുവടും നമുക്ക് ഈ പാട്ടിലൂടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ആൽബത്തിൻ്റെ, അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഷാൻ റഹ്മാനും നിഖിൽ രാമനും ചേർന്നാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് റിബിൻ റിച്ചാർഡാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. ഇത് ആലപിച്ചിരിക്കുന്നത് ടപ്സി എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഫാസിൽ, അതായത് ഇല്ലുമിനാറ്റിയൊക്കെ സോങ്ങൊക്കെ ആലപിച്ച ടപ്സിയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ വരികളും എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇല്ലുമിനാറ്റിയൊക്കെ വലിയ ഹിറ്റായിരുന്നു ഇല്ലുമിനാറ്റി സോങ്ങൊക്കെ. അപ്പോൾ ആ ഒരു വല്ലാത്തൊരു വൈബാണ് ഈ പാട്ട് നമ്മൾ കാണുമ്പോൾ വല്ലാത്തൊരു വൈബാണ്. പ്രത്യേകിച്ച് ഒരു വൺ ടൈം കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫുഡിലേക്ക് കയറി പോകുന്ന രീതിയിലുള്ളൊരു വൈബ്. പ്രത്യേകിച്ച് അതിൻ്റെ വിഷ്വൽസാണ് നമ്മളെ കൂടുതലും ആകർഷിച്ചതെന്ന് പറയാം. ലിറിക്സിലുപരി വിഷ്വൽസാണ് കൂടുതലും ആകർഷിച്ചത്. നിവിൻ പോളിയുടെ ഒരു സ്റ്റൈലിഷ് ലുക്കും. ഗൾഫിലാണ് ചിത്രമെന്ന് പോട്ടെ, ഗൾഫിലാണ് ഈ പാട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു സ്റ്റൈലിഷ് ലുക്കാണ് നമ്മൾ ഇതിലേക്ക് ആകർഷിച്ചത്. ഹബീബി അല്ല ഹബീബി എന്ന് തുടങ്ങുന്ന ഈ ഒരു സോങ് സോഷ്യൽ മീഡിയ ഇതോടകം തന്നെ ആഘോഷമാക്കി കഴിഞ്ഞു. വളരെയധികം വ്യൂസാണ് കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വരാനിരിക്കുന്ന ചിത്രങ്ങൾക്ക് മുമ്പേ ഈ ഒരു ഗാനം എന്ന് പറയുന്നത് ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് വരാനിരിക്കുന്ന ചിത്രങ്ങൾക്ക് മുന്നോടിയായിട്ടൊരു ഹൈപ്പ് ഇതിലൂടെ കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പഴയ ആ ഒരു എൻ്റർടൈനറെ നമ്മളിപ്പോൾ മലയാളികൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു എൻ്റർടൈനർ ഒരു കമ്പാക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സോങ്ങുമായിട്ടാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഹബീബി ട്രിപ്പ് എന്ന് തുടങ്ങുന്ന ഒരു മനോഹരമായൊരു അറ്റംപ്റ്റ്, ഒരു മ്യൂസിക് വീഡിയോ. ഷാൻ റഹ്മാൻ സംവിധാനവും റിബിൻ റിച്ചാർഡ് സംഗീത സംവിധാനവും ഉപയോഗിച്ച് ഇതിൻ്റെ ഡാൻസ് കൊറിയോഗ്രാഫിയും വളരെ മനോഹരമായിട്ട് തോന്നി. വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെയധികം ഒരു സ്റ്റൈലിഷ് ലുക്കിൽ നിവിനെ കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അതായത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.